ലോകത്ത് ഏറ്റവും കൂടുതൽ വായിച്ചുകൊണ്ടിരിക്കുന്ന കവി ആരാണ് എന്ന് ചോദിച്ചാൽ ഇത് ലോർഡ് ബൈറണോ റോബർട്ട് ബ്രൗണിങ്ങോ വില്യം ഷേക്സ്പിയറോ ഒന്നുമല്ല. കഴിഞ്ഞ 76 വർഷമായി ലോകത്തെന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ശബ്ദം മെഹ്മൂദ് ദർവിഷിൻ്റെ കവിതകളാണ്. ദർവിഷ് ഫലസ്തീൻ കവിയാണ്. കണ്ടാൽ അതിമനോഹരമായ മുഖമുള്ള ദർവിഷ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ധാരാളമായി കരഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേന കൊണ്ട് അദ്ദേഹം ധാരാളമായ സങ്കടങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആന്തരികമായ ബലം വിശുദ്ധ ഖുർആന് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശക്തമായ ഉൾക്കരുത്ത് വിമോചനമായിരുന്നു. മനുഷ്യ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നീതി നിഷേധങ്ങൾക്ക് എതിരെയുള്ള ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായ നേതൃത്വവും അസ്തിത്വവും ഉണ്ടാകണമെന്നാണ് അദ്ദേഹം എഴുതിയത്. ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ 2 വരി കവിതകളാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അവസാനത്തെ ആകാശവും നഷ്ടപ്പെട്ടാൽ ഈ പറവകൾ എങ്ങോട്ട് പോകും? ഫലസ്തീനിൽ മനുഷ്യരെങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരുടെ മാനസികമായ കരുത്ത് നമ്മളെക്കാൾ 1000 മടങ്ങ് അധികമാണ്. നമ്മളുടെ ഈ ശരീരത്തിൻ്റെയും അതിനകത്തുള്ള മനസ്സിൻ്റെയും ബലമുണ്ടല്ലോ, അതിൻ്റെ എത്രയോ 10 മടങ്ങ് ബലമുണ്ട് ഫലസ്തീനിലെ കുട്ടികൾക്ക്. ഇസ്രയേൽ ബോംബ് വർഷം ആരംഭിച്ചു എന്നറിഞ്ഞാൽ അവർ വീട്ടിലേക്ക് ഓടും. ആ വീട്ടിൽ നിന്ന് മരിക്കാനാണ് അവർക്ക് താല്പര്യം. ഇസ്രയേൽ ബോംബ് വർഷം അവസാനിപ്പിച്ചു എന്നറിഞ്ഞാൽ അവർ കളിക്കളത്തിലേക്ക് തിരിച്ചു വരും. ആ കളിക്കളത്തിലേക്ക് തിരിച്ചു വരുന്ന ഫലസ്തീനി കുഞ്ഞുങ്ങളുടെ മനസ്സാണ് പ്രിയപ്പെട്ടവരെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ആന്തരികമായ കരുത്ത് എന്ന് പറയുന്നത്. ഇത് രണ്ടുമുള്ള നമ്മുടെ മാനസികമായ കരുത്തും അവരുടെ മാനസികമായ കരുത്തും തമ്മിലുള്ള ഒരു ആലോചനയാണ് എനിക്ക് നിങ്ങളോട് സമർപ്പിക്കാനുള്ളത്. നമ്മുടെ നാട് ആസ്വാദനങ്ങൾക്ക് പിന്നാലെയാണ്. ആസ്വാദനങ്ങളില്ലാത്തവർ ലോകത്തെ നശിപ്പിക്കും, കുടുംബത്തെ നശിപ്പിക്കും, മാതാവിനെ കൊല്ലും, പിതാവിനെ ഇല്ലാതെയാക്കും, സഹോദരങ്ങളുടെ കഴുത്തറുക്കും. എന്താണ് അതിൻ്റെ കാരണം? ആസ്വാദനമാണ്. അതുകൊണ്ട് നിങ്ങൾ ലോകത്ത് ആസ്വാദ്യകരമായി ജീവിക്കൂ എന്നാണ് ഈ രാജ്യത്തെ പ്രമുഖരായ പലരും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹിറ്റ്ലറിൻ്റെ ചരിത്ര പുസ്തകത്തിൽ നാസി പട്ടാളം പിടിച്ചുകൊണ്ട് ജൂതന്മാരെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അവർ ആ യാത്രക്കിടയിൽ പിടിച്ചുകൊണ്ടുപോകപ്പെടുന്ന ബസ്സിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് അവർ തർക്കിക്കുമായിരുന്നു. എന്താണ് ആ തർക്കം? അവർക്ക് ബസ്സിൻ്റെ സൈഡ് സീറ്റ് കിട്ടണമെന്നാണ്. അവർക്കറിയാം കൊല്ലാനാണ് കൊണ്ടുപോകുന്നത്. എന്നാലും ബസ്സിൻ്റെ സൈഡ് സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ജൂതന്മാർ തല്ലുകൂടിയിരുന്നുവെന്ന് ചരിത്രത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇതാണ് മനുഷ്യൻ്റെ ആസ്വാദനം എന്ന് പറയുന്നത്. ഈ ആസ്വാദനം ഇന്ന് എവിടെയെല്ലാം എത്തി? കേരളം ഇന്ത്യയിലെ ഏറ്റവും ടോക്സിക്കായ ഒരു സ്റ്റേറ്റാണ്. ഏറ്റവും പ്രകൃതിപരമായ അപകടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം, ഏറ്റവും കൂടുതൽ വൈറസ് ഔട്ട് ബ്രേക്ക് ഉള്ള ഒരു സ്ഥലം. ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിന് 2 ഉത്തരമാണുള്ളത്. ഒരു ഉത്തരം, ഇന്നത്തെ ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വൈറസാണ്. ആ വൈറസിനെ നിയന്ത്രണ വിധേയമാക്കാൻ മനുഷ്യന് സാധ്യമല്ല. എന്നാൽ അടുത്ത പ്രശ്നം വയലൻസാണ്, അക്രമമാണ്. മനുഷ്യനെ കൊല്ലുക, ഇല്ലാതെയാക്കുക, നശിപ്പിക്കുക. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാവിധ മൂല്യബോധങ്ങളെയും തമസ്കരിക്കുന്ന, തിരസ്കരിക്കുന്ന ഒരു കൾച്ചർ, ഒരു പരസ്പരമുള്ള വാറിംഗ് കൾച്ചർ, യുദ്ധത്തിലേർപ്പെടുന്ന, സംഘർഷത്തിലേർപ്പെടുന്ന ഒരു സംസ്കാരത്തെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നത് ഇന്നത്തെ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് മനുഷ്യരൊക്കെ ആസ്വാദനത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും പിന്നാലെയാണ്. മറ്റൊന്ന് ലോകത്തിൻ്റെ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഒന്ന് എൻ്റർടൈൻമെൻ്റാണ്, ആസ്വാദനം. മറ്റൊന്ന് എക്സിബിഷനിസം, പ്രദർശനമാണ്. അത് ചെറിയ പ്രദർശനങ്ങൾ മാത്രമല്ല. കഴിഞ്ഞ റമദാനിൽ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കൊയിലാണ്ടിയിലെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറിയപ്പോൾ, ഞാൻ ആ ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ അവിടുത്തെ റിസപ്ഷനിസ്റ്റ് എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് നാടൻ വേണോ അതല്ല വെസ്റ്റേൺ വേണോ എന്ന്. എന്താണത്? ഞാൻ ആലോചിച്ചു, എന്താണ് ഈ വെസ്റ്റേൺ?
നാടനും വെസ്റ്റേണുമായ വസ്ത്രസങ്കല്പം ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ വെസ്റ്റേൺ ഭാഗത്തേക്ക് പോയപ്പോൾ എനിക്ക് പ്രായമുള്ള ഒരാൾക്കെടുക്കേണ്ട ഡ്രസ്സ് ഒരു കുഞ്ഞിനുള്ള വലുപ്പം മാത്രമേ ഉള്ളൂ. അതാണ് വെസ്റ്റേൺ. എല്ലാവരും അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. നാടൻ വസ്ത്രങ്ങൾ ആർക്കും വേണ്ട. ആധുനിക മീഡിയ ഭൗതികമായ മനുഷ്യജീവിതത്തിൻ്റെ സകല ചോദനകളെയും അധാർമികതയുടെ മേഖലയിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ മുമ്പിൽ വിൽപ്പനയുടെ മീഡിയത്തിൻ്റെ എല്ലാവിധത്തിലുള്ള സാധ്യതകളും തുറന്നു വെച്ച ഒരു ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ തുടങ്ങി മാതൃനിരാസത്തിൻ്റെ പിതൃനിരാസത്തിൻ്റെ സമൂഹം വേണ്ട എന്ന് പറയുന്ന യുവത്വം നന്മയുടെ ധർമ്മത്തിൻ്റെ പാതയിൽ സമർപ്പിക്കേണ്ട എന്ന് തീരുമാനിക്കുന്ന മതനിഷേധത്തിൻ്റെ മതത്തോടുള്ള കടുത്ത വിദ്വേഷത്തിൻ്റെ ലിബറൽ വാദങ്ങളുടെ, നിരീശ്വരവാദങ്ങളുടെ, നിർമ്മതവാദങ്ങളുടെ, ലിബറൽ രാഷ്ട്രീയത്തിൻ്റെ കെണിയിൽ പെട്ടുപോയ പുതിയ തലമുറയെ മോചിപ്പിക്കാനായിരിക്കണം ഇത്തരത്തിലുള്ള തസ്കിയത്ത് സംഗമങ്ങൾ എന്ന് പറയുന്നത്. 3 വർഷം മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു എസ്സേ പഠിപ്പിക്കാനുണ്ടായിരുന്നു. ആ എസ്സേ നമ്മൾ പഠിപ്പിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരൻ്റെ എസ്സേയാണ്. ആ എസ്സേ എഴുതിയയാളുടെ പേര് യുവാൽ നോവ ഹരാരി എന്നാണ്. ഹരാരിയുടെ എസ്സേയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ദൈവവിശ്വാസം കൊണ്ട് ഒരാൾക്ക് സമാധാനം ഉണ്ടാകില്ല. ലോകത്ത് അതിപ്രശസ്തമായ, നമ്മളൊക്കെ ഏറ്റവും പ്രിയങ്കരമെന്നോണമെന്ന് വിളിക്കപ്പെടുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രബന്ധമാണിത്. ലോകത്ത് മനുഷ്യർക്ക് ദൈവവിശ്വാസം കൊണ്ട് സമാധാനം ഉണ്ടാകില്ല, മറിച്ച് അവരുടെ ഉള്ളിൽ, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മെറ്റബോളിസം, അവരുടെ ശാരീരികമായ പ്രവർത്തനത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സെറോട്ടോണിൻ, ഡോപ്പമൈൻ ആൻഡ് ഓക്സിറ്റോസിൻ, ഈ 3 ഹോർമോണുകൾ സന്തുലിതമായ അവസ്ഥയിലോ അല്ലാതെയോ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ മാത്രമാണ് മനുഷ്യർക്ക് സമാധാനം ഉണ്ടാവുക എന്ന് കുട്ടികൾ പഠിപ്പിക്കപ്പെട്ടു. നമ്മൾ ആലോചിച്ച് നോക്കണം, അനതിവിദൂരമായ ഒരവസ്ഥയിലേക്കാണ് മതപ്രമാണങ്ങൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് മതപ്രമാണങ്ങളെ തിരിച്ചു കൊണ്ടുവരാനും, മതമാണ് ഒന്നാമത്, എൻ്റെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ പ്രാധാന്യം എൻ്റെ മതമാണ് എന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നേരത്തെ പല പ്രഭാഷകരും കൊലപാതകിമാരുടെ പേരുകൾ നിരന്തരമായി പറഞ്ഞു. അതിലെല്ലാം മുസ്ലിം പേരാണ്. ലഹരി മരുന്ന് വിഴുങ്ങിയവർ, മാതാവിനെ കൊന്നവർ, പരസ്പരം തല്ലുകൂടുന്നവർ, മർത്യൻ്റെ രക്തത്തിൽ മർത്യൻ മതിക്കുന്ന മർദ്ദന മണ്ഡപ മാണിധരാതലം, കണ്ടാൽ നടുങ്ങും കശാപ്പ് പുരയാണ്, കണ്ടില്ലയോ ദേവി നീയിദ്ധരാതലം, സത്യവും ധർമ്മവും കാലുകുത്തിയിടാത്ത തപ്ത മണൽപര പാണിധരാതലം, എങ്ങും ഇരുട്ടാണുറക്കമാണ് അശിപ്പതും, ഇന്നുള്ളവർ ഉണർവല്ല വെളിച്ചവും. ഉണർവില്ല, വെളിച്ചമില്ല. മനുഷ്യൻ്റെ രക്തത്തിൽ മനുഷ്യൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം, ഒരു പിതാവ് മകൻ്റെ കൊലപാതക വാർത്തയറിഞ്ഞുകൊണ്ട് നാട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തെ മീഡിയകൾ ഇൻ്റർവ്യൂ നടത്തുന്നതാണ്. എനിക്ക് ഇന്നലെ ആ പിതാവിൻ്റെ പ്രസ്താവന നമ്മൾ വായിച്ചു. എനിക്ക് എൻ്റെ മകൻ തന്നിട്ടുള്ള ദുരന്തങ്ങൾ, സങ്കടങ്ങൾ, അതിന് പകരം വെക്കാൻ ഇനി വേറൊന്നുമില്ല. അതുകൊണ്ട് എനിക്കെൻ്റെ മകനെ കാണണ്ട എന്ന് അല്പമൊക്കെ സങ്കടപ്പാടുള്ള, തൻ്റെ ശരീരത്തിൽ മുഴുവൻ പ്രവാസത്തിൻ്റെ വേദനകൾ കൊത്തിവെക്കപ്പെട്ട ഒരു പിതാവ് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ ഉയരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ദസ്തേവസ്കിയുടെ മനോഹരമായ ഒരു കോട്ടിംഗ് ഉണ്ട്. സൊസൈറ്റി പ്രിപ്പയർസ് എ ക്രൈം ആൻഡ് എ ക്രിമിനൽ കമ്മിറ്റ്സ് ഇറ്റ്. സൊസൈറ്റി പ്രിപ്പയർസ് എ ക്രൈം ആൻഡ് എ ക്രിമിനൽ കമ്മിറ്റ്സ് ഇറ്റ്. സമൂഹം ഒരു തെറ്റിനു വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുന്നു, എ ക്രിമിനൽ കമ്മിറ്റ്സ് ഇറ്റ്. ഒരു ക്രിമിനൽ ആ തെറ്റ് ചെയ്യുന്നു എന്നാണ്. എന്താണ് ഇസ്ലാമിൻ്റെ പരിഹാരം? ഇസ്ലാം വ്യക്തിയെ സംസ്കരിക്കുന്നു, ഇസ്ലാം സമൂഹത്തെ സംസ്കരിക്കുന്നു. അതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വ്യക്തി സാമൂഹിക സംസ്കരണത്തിൻ്റെ മതമാണ് ഇസ്ലാം. മാതാവ് വേണ്ട, ലിബറൽ വാദികളുടെ ഹെഡോണിസ്റ്റിക് പ്രിൻസിപ്പിൾ പ്രകാരം മാതാവ് വേണ്ട എന്ന് അവർ ഉറക്കെ പറയുന്നു. പിതാവിന് ശമ്പളവും ആരോഗ്യവും ഉണ്ടെങ്കിൽ പിതാവ് കൂടെ ഇരിക്കട്ടെ, മാതാവിന് ആരോഗ്യമുണ്ടെങ്കിൽ മാതാവ് കൂടെ ഇരിക്കട്ടെ, അതല്ലെങ്കിൽ ആ മാതാവ് അവരുടെ വേറൊരു വീട്ടിലേക്ക് പോകട്ടെ, അവിടെ മക്കളുണ്ടാകില്ല എന്ന് ആധുനിക ലിബറൽ വാദം മനുഷ്യരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സമൂഹം ഒന്നടങ്കം തെറ്റിൻ്റെ പാതയിലാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ധരിക്കരുത്. നമ്മുടെ സിലബസുകൾ മാറണം, നമ്മുടെ വീട് മാറണം, നമ്മുടെ മതപ്രബോധന ശൈലികൾ കാലാതീതമായി പരിഷ്കരിക്കപ്പെടണം. ഫൈസൽ നന്മണ്ടയുടെ പ്രസംഗത്തിൽ, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരൊറ്റ വരി അതാണ്: കാലാന്തരീയമായി
കാലികമായി മതപ്രബോധന പ്രവർത്തനങ്ങൾ പരിഷ്കരിക്കപ്പെടുകയും മതമാണ് എനിക്ക് ഏറ്റവും വലിയ മൂല്യബോധം നൽകുന്നത് എന്നുമുള്ള തിരിച്ചറിവ് ആധുനിക തലമുറ ആ തിരിച്ചറിവിലേക്ക് കടന്നു വരണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രവാചകന്റെ അടുക്കൽ ഒരു സ്വഹാബി വന്നിട്ട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഉഹിബ്ബുക്, അല്ലാഹുവിൻ്റെ റസൂലേ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ എന്താണ് ഈ പറയുന്നത്, നിനക്കെന്നെ ഇഷ്ടമാണെന്നോ? അതേ റസൂലേ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. പ്രവാചകൻ പറഞ്ഞു, നീ പട്ടിണി കിടക്കാൻ തയ്യാറാവുക, നീ പ്രയാസത്തിന് തയ്യാറാവുക, നീ ത്യാഗത്തിന് തയ്യാറാവുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിനക്ക് എന്നെ ഇഷ്ടപ്പെടാൻ സാധിക്കുക. അതേ റസൂലേ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഭൗതികതയുടെ സകല സുഖങ്ങളോടും വിരക്തി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യൻ്റെ നിലപാട് പ്രഖ്യാപിക്കുകയാണ്, എനിക്ക് മതമാണ് ഏറ്റവും വലുത് എന്ന്. ഞാൻ PG ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സിദ്ധാർത്ഥ എന്ന് പറയുന്നൊരു നോവൽ പഠിക്കാനുണ്ടായിരുന്നു. അത് ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന തലശ്ശേരിയിൽ വന്ന് താമസിച്ച ഹെർമൻ ഗുണ്ടർട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് ഇന്ത്യൻ ഫിലോസഫിയുടെ പുസ്തകങ്ങൾ കൊണ്ടുപോയപ്പോൾ അത് വായിച്ചു വളർന്ന അദ്ദേഹത്തിൻ്റെ പേരമകൻ ഹെർമൻ ഹെസെ എഴുതിയ പുസ്തകമാണ്. അത് ബുദ്ധനെക്കുറിച്ചുള്ള പുസ്തകമാണ്. ആ ബുദ്ധനെക്കുറിച്ചുള്ള പുസ്തകത്തിൽ കാട്ടിലേക്ക് ആത്മീയത അന്വേഷിച്ചു പോകുന്ന സിദ്ധാർത്ഥ, കപിലവസ്തുവിൻ്റെ മകനായ സിദ്ധാർത്ഥൻ എന്ന ഗൗതമൻ കാട്ടിലേക്ക് ആത്മീയത അന്വേഷിച്ചു പോയി. അത് നിരസിക്കപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഒരു ബിസിനസ് മാൻ ആവാൻ തീരുമാനിക്കുന്നുണ്ട്. ആ ബിസിനസ് മാൻ ആവാൻ തീരുമാനിക്കുന്ന സിദ്ധാർത്ഥ കാമസ്വാമി എന്ന് പറയുന്ന ബിസിനസ് മാനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ കാമസ്വാമി ഈ സിദ്ധാർത്ഥയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ കയ്യിൽ എന്ത് മൂലധനമാണുള്ളത്, എന്ത് ക്യാപിറ്റലാണുള്ളത്? നീ ബിസിനസ്സിലേക്ക് വരുമ്പോൾ നിന്റെ കയ്യിൽ സമ്പത്തുണ്ടോ, എന്താണുള്ളത്? അതിന് സിദ്ധാർത്ഥ കൊടുക്കുന്ന മറുപടി, എനിക്ക് നോമ്പെടുക്കാൻ സാധിക്കുമെന്നാണ്, എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുമെന്നാണ്, എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമെന്നാണ്. ലക്ഷ്യം ബിസിനസ്സാണ്. എന്നാൽ പ്രവാചകന്റെ കാലത്ത് ഞാനെല്ലാ സുഖങ്ങളിൽ നിന്നും ഇതാ പ്രവാചകരെ നിങ്ങളുടെ മാതൃകയിലേക്ക് ഇതാ കടന്നു വന്നിരിക്കുന്നു എന്ന് ഒരു സ്വഹാബി പറയുമ്പോൾ അദ്ദേഹം ഭൗതിക സുഖങ്ങളോടുള്ള വിരക്തി അവിടെ പ്രഖ്യാപിക്കുകയും മതസുഖത്തിനോടുള്ള ആസക്തി അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. അതാണ് ഒന്നാമതായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അറിയണം നിന്റെ നാഥനാണ് ഏറ്റവും വലുത്. നിന്റെ മനസ്സിൻ്റെ പ്രാർത്ഥനകൾ അറിയുന്ന, നിന്റെ രഹസ്യ പരസ്യങ്ങൾ അറിയുന്ന, നിന്റെ വിചാരങ്ങൾ അറിയുന്ന, നിന്റെ വികാരങ്ങൾ അറിയുന്ന, ഹൃദയദേശത്തിൽ നീ ഒളിപ്പിച്ചു വെച്ച സർഗതും അറിയുന്ന ലോകത്തിൻ്റെ ഒരേ ഒരു നാഥൻ റബ്ബുൽ ആലമീനായ അർഹമുർ റഹീമീനായ അല്ലാഹുവാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന ഒരു വിശ്വാസിയുടെ പ്രഖ്യാപനം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസം. കേരളത്തിൽ കൊല ചെയ്യപ്പെട്ട സ്ത്രീകൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഏതാനും മാസങ്ങൾ കേരളത്തിൽ എത്ര സ്ത്രീകളാണ് മരണപ്പെട്ടത്? അന്ധവിശ്വാസങ്ങളുടെ പേരിൽ ഇവിടെ മനുഷ്യർ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മതം ചോദ്യങ്ങളുടെ മുൾമുനയിൽ വന്ന് നിന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിൻ്റെ പ്രവാചകനെ വമയ്യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറ. പ്രവാചകന്റെ അധ്യാപനങ്ങളെ നിരസിച്ചവരെ അള്ളാഹു തള്ളിക്കളയും, അവർ അവസാനം നരകത്തിലായിരിക്കുമെന്നാണ്. എന്താണ് ഒന്നാമത്തെ അധ്യാപനം? ഒന്നാമത്തെ അധ്യാപനം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ലോകത്തൊരു മനുഷ്യന് കിട്ടാൻ സാധിക്കുന്ന ഏറ്റവും വലിയ അനുഭൂതിജനകമായ ഈമാനിക ജീവിതമെന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസത്തിന് അടിയുറച്ച് ജീവിക്കുക എന്നതാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 വർഷം തൻ്റെ സമൂഹത്തോട് പറഞ്ഞില്ലേ, യാ ഖൗമുബുദുല്ലാഹ് മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ, എൻ്റെ സമൂഹമേ നിങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കണം, ആ അല്ലാഹുവിനെ പേടിക്കണമെന്നാണ്. ആ പേടിക്കണമെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ പ്രബോധിത സമൂഹം തിരിച്ചു പറഞ്ഞത് ഇന്നാ ലനറാക ഫീ ളലാലിൻ മുബീൻ, നിങ്ങൾ വഴികേടിലാണ് എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ മുമ്പിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാതൃകയുണ്ട്, നമ്മുടെ മുമ്പിൽ ദാവൂദ് നബിയുടെ മാതൃകയുണ്ട്, നമ്മുടെ മുമ്പിൽ ജാലൂത്തിൻ്റെ മാതൃകയുണ്ട്, നമ്മുടെ മുമ്പിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാതൃകയുണ്ട്, നമ്മുടെ മുമ്പിൽ ഫിർഔനിൻ്റെ മാതൃകയുണ്ട്. ഏത് മാതൃക സ്വീകരിക്കണം? ഏത് മാതൃക സ്വീകരിക്കണം? ബദറിൻ്റെ രണാങ്കണം ഒരുങ്ങുമ്പോൾ ഒരു വിഭാഗം ടെന്റ് കെട്ടിയിട്ട് നൃത്തം കളിച്ചും പാട്ടുപാടിയും സ്ത്രീകളെ വെച്ചുകൊണ്ട് ആധുനികതയുടെ പുതിയ അതിപ്രസരങ്ങൾ നമ്മൾ കാണുമ്പോൾ അതിനേക്കാൾ വലിയ അധാർമികത ടെന്റിനകത്ത് നൃത്തം ചവിട്ടിക്കൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ സജ്ജമായി നിന്ന ഒരു സമൂഹത്തെ അള്ളാഹു തകർത്തത് മലക്കുകളെ ഇറക്കിക്കൊണ്ടാണ്. മലക്കുകളെ ഇറക്കിക്കൊണ്ടാണ്. അള്ളാഹു നശിപ്പിക്കാൻ വിചാരിച്ച ഒരു സമൂഹവും ഇവിടെ ഉപജീവിച്ചുകൊണ്ട് ശ്രദ്ധേയമായി വിജയിച്ചിട്ടില്ല. എന്താണതിൻ്റെ കാരണം? വിശ്വാസത്തിൽ പാളിച്ച വന്നാൽ, വിശ്വാസത്തിൽ തകർച്ച സംഭവിച്ചാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ തകർന്നു. ആ വിശ്വാസം തകരുമ്പോൾ
സമൂഹവും തകരും. സൊസൈറ്റി പ്രിപ്പയർസ് എ ക്രൈം ആൻഡ് എ ക്രിമിനൽ കമ്മിറ്റ്സ് ഇറ്റ്. സമൂഹമെന്ന വലിയ ഒരു ലോകത്തേക്ക് വിശ്വാസത്തിൻ്റെ കരുത്ത് നമ്മൾ സമർപ്പിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം, പ്രവാചകന്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യുന്ന അതേ കാലഘട്ടത്തിൽ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന സാമൂഹിക ജീർണതകൾ ഉണ്ടായിരുന്നു. സാമ്പത്തിക തകർച്ചകൾ, ലൈംഗിക വൈകൃതങ്ങൾ, ലൈംഗിക വൈരുദ്ധ്യങ്ങൾ, മനുഷ്യ ജീവിതത്തിൻ്റെ സാംസ്കാരിക മതപരമായ മൂല്യങ്ങളെ തകർക്കുന്ന സർവ്വതും കടന്നു വരുമ്പോൾ ഖുർആൻ നമ്മളോട് പറയുന്ന ശ്രദ്ധേയമായ ഒരു കാര്യം, നിങ്ങളാണ് ഉത്തമ സമുദായം. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങളാണ് ഉത്തമ സമുദായം. തഅമുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഇസ്ലാമിൽ തൗഹീദ് തൗഹീദും ശിർക്ക് ശിർക്കുമാണ്. ഇസ്ലാമിൽ ഹറാമ് ഹറാമും ഹലാല് ഹലാലുമാണ്. ഇത് കൂടിച്ചേർന്ന ഒരു സങ്കരമായ ഒരു ഇസ്ലാമില്ല. നിലപാടാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഒരു വ്യക്തി ജീവിതത്തെ, സമൂഹത്തെ സംസ്കരിച്ചുകൊണ്ട് ഏറ്റവും നല്ല സമൂഹമായി പരിവർത്തിപ്പിച്ചെടുക്കുന്ന മതമാണ് ഇസ്ലാം. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് നന്മകളുടെ ലോകത്തെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവിടെയൊക്കെ പോരാട്ടങ്ങളുടെ, നമുക്ക് പ്രതിഷേധം നമ്മുടെ മുമ്പിലുണ്ടാകും. തളരാൻ പാടില്ല. ലിബറൽ വാദമുണ്ടാകും, അരാജകവാദമുണ്ടാകും, നമ്മളെ തകർക്കുന്ന പലതുമുണ്ടാകും. ഇൻഫിറൂ ഖിഫാഫൻ വസികാല വജാഹിദൂ ബിഅംവാലികും വഅൻഫുസികും ഫീ സബീലില്ലാഹ് സഗീറതൻ വലാ കബീറ വലാ യഖ്തഊന വാദിയ ഇല്ലാ കുതിബ ലഹും ബിഹി അമലുൻ സ്വാലിഹ്. പടച്ചവൻ പറയാണ്, നിങ്ങൾ ഞെരുക്കമുള്ളവരാകട്ടെ, നിങ്ങൾ പ്രയാസമുള്ളവരാകട്ടെ, നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ സമരത്തിനിറങ്ങണം, നിങ്ങൾ ത്യാഗത്തിനിറങ്ങണം. ഇല്ലാ കുതിബ ലഹും ബിഹി അമലുൻ സ്വാലിഹ്. ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നൊരു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കോഴിക്കോട്ടെ മാവൂർ റോഡിൽ ഒരു പിതാവിൻ്റെ ബാക്കിൽ ഒരു മകളിരിക്കുന്നുണ്ട്, ഒരു പൊന്നുമോൾ. അവളുടെ കാല് എൻ്റെ കാറിൻ്റെ ഗ്ലാസ്സിലൂടെ ഈ മോളുടെ കാല് ഞാൻ കാണുന്നുണ്ട്. രണ്ട് കാലും കമ്പി വെച്ച് ഉറപ്പിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷകരമായ പരിപാടി കഴിഞ്ഞ് ഞാൻ എൻ്റെ സുഹൃത്തു കൂടി ഇതിങ്ങനെ പങ്കുവെച്ച് ആ പരിപാടിയുടെ മനോഹാരിതകൾ പങ്കുവെച്ച് വരുമ്പോഴാണ് തൊട്ടു മുമ്പിൽ ഇങ്ങനെ ഒരു പെൺകൊടിയെ കാണുന്നത്. തൻ്റെ പിതാവിൻ്റെ പുറത്തേക്ക് ചാരിയിട്ട് കാലുകളിങ്ങനെ അടിക്കാല് ചവിട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന, പിതാവിനെ പരിപൂർണമായി ആശ്രയിച്ച് നിൽക്കുന്ന ഒരു പെൺകൊടിയാണ്. നമ്മളെ മണിക്കൂറുകൾ ചിന്തിപ്പിക്കുന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ്. ആധുനിക യാന്ത്രിക യുഗത്തിൽ അള്ളാഹുവിനെ മറന്നും നമുക്ക് നൽകപ്പെട്ട സന്തോഷങ്ങളിൽ പ്രിയപ്പെട്ടവരെ സമയം സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളായിട്ട് നമ്മൾ മാറരുത്. ആരാണ് നശിക്കുന്ന ആളുകൾ? ആരാണ് നശിക്കുന്ന ആളുകൾ? അള്ളാഹു വിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറഞ്ഞില്ലേ, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറളൂ ബിൽ ഹയാത്തിദ് ദുനിയ വതമഅന്നു ബിഹാ വല്ലദീന ഹും മിൻ ആയാതിനാ ആഫിലൂൻ. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ, അവർക്ക് നാളെ എന്നെ കണ്ടുമുട്ടണം എന്ന പ്രതീക്ഷയില്ല. വറളൂ ബിൽ ഹയാത്തിദ് ദുനിയ, ഇഹലോകത്തെ ചെറിയ സുഖങ്ങൾ, സൗകര്യങ്ങൾ, അതാണ് അനന്തമായ അനശ്വരമായ സുഖമെന്ന് വിചാരിച്ചിരിക്കുന്നവരാണവർ. വല്ലദീന ഹും മിൻ ആയാതിനാ ആഫിലൂൻ, എൻ്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയുന്നവരാണവർ എന്നാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ആലോചിച്ച് നോക്കുക, നാളെ റബ്ബിനെ കണ്ടുമുട്ടണം. ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി സ്വർഗത്തിലെത്തപ്പെടണം. അള്ളാഹുവിൻ്റെ ആയാത്തുകളെ അത് അടിയുറച്ച് മനസ്സിൽ വിശ്വസിക്കുകയും അത് സമൂഹത്തിലേക്ക് പകരുകയും ചെയ്യണം. രണ്ട് വാക്കുകൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. എടവനക്കാട്ടേക്ക് തൻ്റെ പ്രസംഗത്തിന് വേണ്ടി കടന്നു പോകുന്ന അലവി മൗലവിയെ വധിക്കാൻ അദ്ദേഹത്തെ ഇല്ലാതെയാക്കാൻ യാഥാസ്ഥികവാദികൾ ശ്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ തോർത്തിട്ട് മുറുക്കിയിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് പരിശ്രമമുണ്ടായി. ബാക്കിൽ ട്രക്കറിൽ വന്ന ഒരു വിഭാഗമാണ്, ഒരു സംഘമാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. അലവി മൗലവി എടവണ്ണയിൽ നിന്ന് എടവനക്കാട്ടേക്ക് പോയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടിയിട്ടാണ്. വയനാട് പനമരം സമ്മേളനത്തിൻ്റെ ഏറ്റവും ശക്തനായ രാജ്യാന്തര പ്രശസ്തനായ അതിഥി ഡോക്ടർ ജമാൽ ബദവി അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആരംഭിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചുറ്റിലും നോക്കുന്നുണ്ട്. ഇതുപോലെ അതിവിശാലമായ പനമരത്തെ പാടത്ത് പരന്നിരിക്കുന്ന എല്ലാവരും കരയുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ആദ്യത്തെ വാചകം, ഐ ആം പ്രേയിങ് ടു ഓൾമൈറ്റി അല്ലാഹ് ഫോർ അവർ നജീബ്, നമ്മളുടെ നജീബിന് വേണ്ടിയിട്ട് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുവെന്നാണ്. MSMൻ്റെ പ്രായത്തിലുള്ള സമയത്ത് അതിഥികളെ കൊണ്ടുപോകാൻ നജീബ് യാത്രയായിട്ട് പിന്നെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ല. ജീവിതത്തിൻ്റെ ജനന മരണങ്ങൾക്ക് ഇടയിൽ നമുക്ക് ലഭിക്കുന്ന കുറഞ്ഞ സമയം
നീതിയുടെ, നന്മയുടെ, സാഹോദര്യത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ, അതിലുപരി തൗഹീദിൻ്റെ പോരാളികളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് നിങ്ങളെ പരുവപ്പെടുത്തിയവരെ കൂടുതൽ ശക്തമാകുന്ന ഒരു തസ്കിയത്ത് സംഗമമായി ഈ സംഗമം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും ഇവിടെ ചെലവഴിക്കുന്ന സമയവും സൽക്കർമ്മങ്ങൾ മാത്രം തുണയായി തീരുന്ന ഒരു ലോകത്ത് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.